ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഇന്ന് നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു DIY കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് ക്യാറ്റ് ട്രിങ്കറ്റ് ബോക്സ്. ട്രിങ്കറ്റ് ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പല ഡെക്കറേറ്റീവായിട്ട് പല രൂപത്തിൽ എന്തെങ്കിലും കുട്ടി കുട്ടി കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി ഷോ പീസും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടി കുട്ടി ഐറ്റംസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രിങ്കറ്റ് ബോക്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്നത്തെ ഒരു ക്രിയേഷന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുട്ടി ബോട്ടിലാണ്. ഇതൊരു രാസ്നാദി പൗഡറില്ലേ, അതിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മിക്കവാറും ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബോട്ടിലൊക്കെ എടുത്ത് മാറ്റിക്കും. അങ്ങനെ കുറേ ബോട്ടിലുണ്ട് മാറ്റിച്ചത്. ആ കൂട്ടത്തിൽ നിന്ന് ഉള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ പുറത്തേക്ക് അതിൻ്റെ ലേബലും കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിതിൻ്റെ പുറത്തേക്ക് ക്ലേ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത്തവണ ഈ ഒരു ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ക്ലേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പേപ്പർ ക്ലേയുടെ പല വേർഷൻസും നമ്മളെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, പേപ്പർ ക്ലേ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് തന്നെ പേപ്പർ ക്ലേ ഉണ്ടാക്കാം. വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലേ ആണ് പേപ്പർ ക്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നമ്മൾ കുറച്ച് ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ക്ലേ ഇതുപോലെ തന്നെ ഉരുട്ടി വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാറ്റാണല്ലോ, അപ്പോൾ ക്യാറ്റിൻ്റെ ഒരു ഹെഡ് പോർഷനാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഒരു കഴുത്ത് തൊട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ബോഡി ആയിട്ട് താഴെയും ചെയ്യുന്നു. ആ രീതിയിലാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം ഇത് സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തല ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തത്, അടപ്പ് നമ്മൾ ഓൾറെഡി ഇതിൽ ഫിക്സ് ചെയ്തിട്ട് തന്നെ സ്കൾപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അടയാതെ വരും. പക്ഷേ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എവിടെയാണോ അടച്ച് വെച്ചിരിക്കുന്നത് ആ പൊസിഷനിൽ ഒരുപാട് ക്ലേ അപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ ക്ലേ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കത് പറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. തിരിച്ച് പഴയ രീതിയിലേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. വളരെ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ അവിടെ ഒരു ഫിനിഷിങ് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാറ്റിൻ്റെ ഫേസാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്ത് വന്നപ്പോൾ അത് ഡോഗിൻ്റെ ഫേസ് പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ക്യാറ്റ് ആക്കണോ ഡോഗ് ആക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. പിന്നെ കുറച്ചുകൂടി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോൾ പിന്നെ എനിക്ക് ഇത് പൂച്ചക്കുട്ടി തന്നെ ആക്കാം, കുറച്ചും കൂടി ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള പൂച്ചക്കുട്ടി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പൂച്ചയിൽ തന്നെ ഫിക്സ് ചെയ്യാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ പിൻകാലുകളാണ് കേട്ടോ സ്കൾപ്റ്റ് ചെയ്യുന്നത്. പൂച്ച ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യണത്. സോ അതുകൊണ്ട് പിൻകാലുകൾ ആണ് നമ്മൾ ഫസ്റ്റ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്ലേ ഇങ്ങനെ അത് കാല് മടക്കി വെച്ചിരിക്കുന്ന പോലെ രണ്ട് സൈഡിലും വെച്ചിട്ട് അതിൻ്റെ കാൽപ്പത്തിയുടെ ഭാഗം കുറച്ചിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക. അതൊന്ന് കുറച്ച് ഫിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് മുൻകാലുകളും കൂടെ വെച്ച് കൊടുക്കാം. മുൻകാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇരിക്കുന്നത് പോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലേക്ക് നമുക്ക് കുറച്ചിങ്ങനെ ടൂൾസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് അവിടെ ഇതുപോലെ 3 കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും മതിയാവും. നമുക്കറിയാലോ ക്യാറ്റ്സ് പോയിൻ്റെ ആ ഒരു ഷേപ്പ്, ആ രീതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് ക്ലേ വെച്ചിട്ട് അതൊന്നുകൂടെ ഒന്ന് ഷേപ്പാക്കിയും കൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫേസ് കുറച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്ത അത്രയും ഭാഗം. എന്നിട്ട് ഫേസിലെ ബാക്കി പോർഷനും കൂടെ ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഒരുപാട് ഡീറ്റെയിൽ ഉള്ള ഇതുപോലെ കുറച്ച് വലിയ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പേപ്പർ ക്ലേ ആണ് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ടുള്ള ഒരു ക്ലേ എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത് ഒന്നാമത്തെ കാര്യം എക്സ്പെൻസീവ് അല്ല. നമുക്ക് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ക്ലേ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ പേപ്പർ ക്ലേ എന്ന് പറയുമ്പോൾ പേപ്പർ മഷേ അല്ലെങ്കിൽ പേപ്പർ പേസ്റ്റുമായിട്ട് ഇതിനെ എടുക്കരുത് കേട്ടോ. അത് വേറെ ഒരു സാധനമാണ്. പേപ്പർ ക്ലേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കയ്യിൽ വേണം, എന്നാലേ അത് നല്ല രീതിക്ക് ഒരു ക്ലേ പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പേപ്പർ പേസ്റ്റ് എന്ന് പറയുമ്പം പേപ്പറും ഗ്ലൂവും മാത്രമാണ് അതിനകത്ത് യൂസ് ചെയ്യുക. സോ പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ ദീസ് ടു. ഇനി നമുക്കൊരു വാലും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ചെയ്ത് വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ വാലും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉണക്കിയെടുക്കാം.
പിന്നെ തലയിൽ ഞാൻ കുറച്ച് മുടി പോലെ കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ലെയറായിട്ട് വേണം സ്കൾപ്റ്റിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മളൊരു കഴുത്തിലൊരു ബെൽറ്റ് മാതിരി ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി മണിയും കൂടെ കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കണം, വെയിലത്ത് വെച്ചിട്ടോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും ഉണക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് എവിടെയെങ്കിലും നമുക്കൊന്ന് സ്മൂത്ത്നെസ് വേണമെന്ന് തോന്നിയാൽ അവിടെയൊക്കെ ഒന്ന് ഉരച്ച് എടുക്കാം കേട്ടോ. ഇനി ഒരു പ്രൈമർ കോട്ട് കൊടുക്കണം. ഞാനിവിടെ വാൾ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ സിമെൻറ്റിലൊക്കെ ചെയ്യുന്ന പ്രൈമറാണ്. പ്രൈമർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നേരിട്ട് അക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ നമ്മൾ വൈറ്റ് കളർക്ക് കൂടുതൽ ചിലവാകാതിരിക്കാനും കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു കവറേജ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് വാൾ പ്രൈമർ നല്ലതാണ്. സാധാരണ പ്രൈമർ കോട്ട് ഞാനൊരു 2-3 കോട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വൈറ്റും അതുപോലെ ഗോൾഡൻ യെല്ലോയും ബ്രൗണും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് അതിനെ പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഈ ഒരു പൂച്ചക്കുട്ടിയെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത് അതായതുകൊണ്ട് ആ രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഏത് രീതിയിലാണ് നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സ് പൂച്ചക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ നോക്കി പെയിൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു ചോയ്സ് ഓഫ് കളേഴ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് യെല്ലോ ഓക്കറും ഗോൾഡൻ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബേൺ സീനയും കുറച്ച് ബേൺഡ് അമ്പറും ഒക്കെ അങ്ങിങ്ങായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് കേട്ടോ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ നമ്മുടെ പൂച്ചയുടെ ആ ഒരു ശരീരത്തിൽ നമ്മൾ രോമങ്ങൾ വരുന്നതിൻ്റെ ഇംപ്രഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ വളരെ സ്മൂത്തായിട്ടാണ് അതിൻ്റെ സർഫസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ രോമം ഉണ്ട് എന്നുള്ളൊരു എഫക്റ്റും ഒരു 3D എഫക്റ്റും ഒക്കെ കൊടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഷെയ്ഡിങ്ങിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി അല്ല നിങ്ങൾക്കൊരു കാർട്ടൂണിഷ് ഫേസ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യണമെന്നില്ല. നേരിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പെയിൻറ്റ് ചെയ്യുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി വേറെ തരത്തിലുള്ള വേറെ കളറിൽ പൂച്ചക്കുട്ടിയെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് വീണ്ടും ഇതുപോലത്തേത് ചെയ്യാവുന്നതാണ്. വേറൊരു ഫിഗറിൻ മാതിരിയൊക്കെ പിന്നീട് ചെയ്യാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി കമൻറ്റിൽ. എന്നോട് അങ്ങനെ സജഷൻ ഒന്നും ആരും പറയാറില്ല. വളരെ കുറച്ച് സജഷൻസ് എനിക്ക് കിട്ടാറുള്ളൂ. അത് പലതും എനിക്ക് ചെയ്യാൻ പറ്റാറുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ കളറിലൊക്കെ ഡോഗ്സിനോ ക്യാറ്റ്സിനോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുഞ്ഞ് ബ്രഷ് വെച്ചിട്ട് വളരെ തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രോക്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ രോമത്തിൻ്റെ എഫക്റ്റ് വരിക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫൈൻ ബ്രഷിനെ പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഈ ഒരു ബ്രഷിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കേട്ടോ. ഈ വീഡിയോയുടെ താഴെയൊക്കെ ആയിട്ട് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റിന് ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളറിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ബ്ലൂയിഷ് ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ ഒരു ഷെയ്ഡ് കൊടുക്കാൻ പോകുന്നത്. ആദ്യമേ ബേസായിട്ട് നമ്മൾ ബ്ലൂയിഷ് ഗ്രീൻ ആണ് കൊടുത്തിട്ട്, അതായത് ബ്ലൂവും കുറച്ച് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡായിട്ട് കുറച്ച് ഗ്രീൻ കൂടുതൽ എടുത്തിട്ട് വൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പച്ച കളർ കണ്ണൊക്കെ പൂച്ചയ്ക്ക് കാണാറുണ്ട്, പച്ച കാണാറുണ്ട്, നീല കാണാറുണ്ട്. സോ അതുപോലെ ഇരിക്കും നന്നായിട്ട്. അപ്പോൾ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മണിക്ക് കളർ കൊടുക്കാം. അതിന് ഞാൻ ആദ്യം യെല്ലോ കളറ് അക്രിലിക് പെയിൻറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഗോൾഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഗോൾഡിന് പകരം കോപ്പറോ സിൽവറോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടപ്പെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം എവിടെയെങ്കിലും പെയിൻറ്റ് തട്ടാതെ ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വാട്ടർ ബേസ്ഡ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മറ്റേ വാർണിഷൊക്കെ ഇച്ചിരി അലർജി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ ക്ലിയർ വാർണിഷ് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അതുതന്നെ മതിയാവും. ഞാൻ ഈ ഒരു വാട്ടർ ബേസ്ഡ് വാർണിഷ് ഗ്ലോസ് ഫിനിഷാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ഷോ പീസ് പോലെ ഉപയോഗിക്കാനാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിനകത്ത് എന്തെല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച്
മുത്തുകളാണ് ആദ്യം ഇട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റ് സപ്ലൈസ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഞാനിവിടെ കുറച്ച് മുത്തുകളാണ്, ആ മുത്തുകൾ മുഴുവനായിട്ടും കൊള്ളും കേട്ടോ. അപ്പോൾ ഇത് ഒരു കുട്ടി ബോട്ടിലാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുട്ടി സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണാതെ പോകുന്ന സാധനമാണ് പിന്നി. ഇവിടെ അമ്മയ്ക്ക് സാരിക്ക് കുത്താൻ നേരത്തെ എന്നും പിന്നി കാണാതെ പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്മൽ, കുട്ടി കമ്മലുകളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കുഞ്ഞു കീയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ അതൊക്കെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ യൂസസ് ഒക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ DIY ആണ്. അല്ലാത്ത രീതിക്കാണെങ്കിൽ നിങ്ങൾക്കതൊരു ഷോ പീസായിട്ട് വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ക്രിയേഷൻ. ഇതൊരു ക്യാറ്റ് തീമിലുള്ള ട്രിങ്കറ്റ് ബോക്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു DIY ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണേ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.